എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്ന കൃഷ്ണമോള അറിയുവാണ് അലീന അവിടെ ഇല്ലയെന്ന്. അലീനയുടെ റൂമിൽ കയറി നോക്കുമ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു, കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നു. ഇതൊക്കെ കാണുമ്പം ഈ വിവരമെല്ലാം ബാലേന്ദ്രനോട് വിളിച്ച് പറയാൻ വേണ്ടി ഫോൺ എടുക്കുന്നുണ്ട് കൃഷ്ണമോള്. അന്നേരം ആ ഫോൺ പിടിച്ച് മേടിക്കുവാണ് രോഹിത്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചാലും ഇന്നല്ല നാളെയല്ല ഒരാഴ്ച കഴിഞ്ഞ് ഈ വിവരം അച്ഛൻ അറിഞ്ഞാലും അച്ഛൻ ക്ഷമിക്കത്തില്ല, എല്ലാത്തിനും കിട്ടും, നോക്കിയിരുന്നു, ആരെങ്കിലും ഇതുപോലത്തെ പൊട്ടത്തരം ചെയ്തു വെക്കുമോ എന്നൊക്കെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നു, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല, അച്ഛന് ഒരിക്കലും ആങ്കിളിനോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതുപോലെ വിഡ്ഢിത്തരം വിളിച്ച് പറയരുത്, അച്ഛൻ്റെ മുമ്പിൽ അവർ പിടിച്ച് നിൽക്കില്ല എന്ന്. അതിനുശേഷം ആകെ വിഷമിച്ച് ആ റൂമിൽ എല്ലാം പൊട്ടിച്ചെറിയ കിടക്കുകയാണല്ലോ, അതൊക്കെ നോക്കി നിൽക്കുന്ന കൃഷ്ണമോളെ കാണിക്കുന്നു. പിന്നീട് മനു അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരമാണ് മനു അറിയുന്നത് അലീന അവിടെ ഇല്ല എന്ന്. ആ കാര്യം ശിവനോടും കമലയോടും ചോദിക്കുന്നുണ്ട്. അവർ അലീനയെ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്ന മനുവിനെ കാണിക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ പ്രൊമോയിലും കാണിച്ചത് കേട്ടോ. അതിനുശേഷം അലീനയെ കാണിക്കുന്നു. അലീന ഹോസ്പിറ്റലിലേക്ക് ചെന്നു, എന്നിട്ട് പോകുന്ന കാര്യം പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അനാഥാലയത്തിലാണ് ജീവിച്ചത്, അനാഥയായിട്ടാണ് ജീവിച്ചത്, ഇനി തിരിച്ചു പോകുന്നതും അനാഥയായിട്ടാണ്. ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാനോ എൻ്റെ കുടുംബമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും കാണില്ല എന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന അലീനയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട്. അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അതിലേറെ സങ്കടമുണ്ട് ബാലേന്ദ്രനും ആകെ സങ്കടപ്പെട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.